നിൽക്കട്ടെ. ആരാണ് ആള്? ഷിബിൻ ഗേൾസ് ഓർഫനേജ് കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ നടത്തുന്നുണ്ട്. അവിടെ റബീഉൽ അവ്വലിന്റെ ഭാഗമായി പെൺകുട്ടികൾ ഉണ്ടാവാറുണ്ട് പ്രകടനത്തിൽ. അവിടെ നബിദിനത്തിന്റെ ഭാഗമായി സ്റ്റേജിൽ കയറി ആരെങ്കിലും പാട്ട് പാടാറുണ്ട്. രൂപം കൊണ്ടിരിക്കുകയാണ്. പരശുരാമനാണ്. പരശുരാമൻ മഴ എറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായതെന്ന് പറഞ്ഞില്ലേ? അത് ഹൈന്ദവരുടെ വിശ്വാസമാണ്, നമ്മളത് വിമർശിക്കുന്നില്ല. കേരളം അത് പരശുരാമന്റെ സൃഷ്ടിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഉമർ മൗലവിയുടെ മൗലിദിൽ കണ്ടില്ലേ നിങ്ങൾ? പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. അത് പരശുരാമനെ സംബന്ധിച്ച് പരശുരാമൻ മഴ എറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായത്. അതൊരു കഥയാണ് ഉമർ മൗലവി. യഥാർത്ഥത്തിൽ കേരളം ഉണ്ടായത് അങ്ങനെ കൊണ്ടാണ്. ഉമർ മൗലവിന്റെ മൗലിദ് പറഞ്ഞതാണ്. പറഞ്ഞത് ഇങ്ങോട്ട് കേട്ടു നോക്കുമ്പോ ഈ കേരളം എന്നാകെ സ്ത്രീധനമായി എഴുതി കൊടുത്തതുപോലുണ്ട് ഉമർ മൗലവിക്ക്. അതേ സമയത്ത് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ലോകം ഉണ്ടാകാൻ കാരണക്കാരൻ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞാൽ സർവ്വ മുജാഹിദും ഉടുത്ത ഡ്രസ് അഴിച്ച് ചാടുകയാണ്. തെറ്റ്, കുറ്റം, ശിർക്ക്, കുഫ്ർ എന്ന് പറഞ്ഞ് ചാടുകയാണ്. ഏതാലോ ഉമർ മൗലവിയെ സംബന്ധിച്ച് മൗലിദ് പറഞ്ഞതോ പരശുരാമന്റെ കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. കേരളം മൂപ്പർക്ക് അങ്ങ് എഴുതി കൊടുത്തതുപോലെ. അപ്പൊ കേരളം ഉണ്ടാകാൻ കാരണക്കാരൻ യഥാർത്ഥത്തിൽ പരശുരാമനല്ല, അത് ഒരു കഥയാണ്, കെട്ടുകഥയാണ്. യഥാർത്ഥം നോക്കുകയാണെങ്കിൽ അതുണ്ടാവാൻ കാരണക്കാരൻ നിങ്ങളാണ്. അപ്പോ ഉമർ മൗലവിയെ സംബന്ധിച്ച് മൗലിദ് ഓതുന്നതിലോ അങ്ങനെ ഒരു നിയമം പറയുന്നതിലോ ഒരു വിരോധമുള്ള ഒരു തെറ്റില്ല ആർക്കും. എന്നാൽ അതേ സമയത്തോ അദ്ദേഹത്തിന്റെ ഒരുപാട് കറാമത്തതിന് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എന്ത്? പിന്നെ പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്രയിൽ പൈസയില്ലാതെ വിഷമിച്ചതെത്രയോ. അത് മൂപ്പർ മറ്റൊരു കറാമത്താണ്. ഏതാണ് ആ കറാമത്ത്? അതായത് പൈസ എടുക്കാതെ യാത്ര പോയാൽ കുടുങ്ങൂലേ. അതാർക്കും അറിയണ വിഷയമല്ലേ. അങ്ങനെ മൂപ്പർ എവിടെയൊക്കെ പൈസ എടുക്കാതെ കയറി യാത്ര ചെയ്തു. ബസ്സിൽ കയറി കണ്ടക്ടർ ചോദിച്ചു പൈസ എവിടെയെന്ന് ചോദിച്ചപ്പോ പൈസ അല്ല, എന്നവിടെ ഇറങ്ങിക്കോളി. സംഗതി അതൊരു കറാമത്തായിട്ട് അവർ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ മൗലിദാണ്. അത് ഇസ്ലാഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ കണ്ട് നിങ്ങൾക്ക് നോക്കി തൃപ്തിപ്പെട്ട് അത് വായിച്ചു പോവാം. അത് വിരോധമൊന്നുമില്ല. എന്നാൽ അതേ സമയത്ത് ഞാൻ പറയട്ടെ, ഈ പരശുരാമന്റെ പരശുരാമന്റെ അതേ രൂപം അണിഞ്ഞുകൊണ്ട് സ്വയം പരശുരാമനായി അദ്ദേഹം മാറി പൊട്ടുധരിച്ച് അതേ ശൈലി സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് ഇസ്ലാമിൽ പെട്ടതാണോ? അല്ലേ. അദ്ദേഹം മുസ്ലിമാണോ? അല്ലേ. അതിന് പ്രോത്സാഹിപ്പിച്ച പ്രസ്ഥാനം അത് ഇസ്ലാമുമായി ബന്ധമുണ്ടോ? ഇല്ലേ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് ഈ വേണ്ടാവൃത്തി ചെയ്യുന്നത്? എന്തിനാണ് സമുദായത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നത്? എന്തിനാണ് മറ്റൊരു മതത്തിന്റെ ആചാരം ഈ മതത്തിൽ വെച്ച് കെട്ടി അത് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച്? എന്നിട്ട് എത്രത്തോളം നേരത്തെ കളവ് പറയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? അത് സ്വഹാബത്ത് കളവ് പറഞ്ഞിരുന്നു. സ്വഹാബത്ത് കളവ് പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്തിനാണ് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ വെച്ച് കിട്ടുന്നത്? ഇവരുടെ ഈ വിഷയം അതുണ്ടോ തീരുന്നു? അത് എത്ര വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാതരോഗ പീഡയിലായിരുന്ന ബൂസൂരി ഒരിക്കൽ ഉറങ്ങുന്നതിനു മുമ്പ് താൻ എഴുതിയ നബി കീർത്തനങ്ങൾ ചൊല്ലി. പുണ്യപ്രവാചകൻ തന്റെ ശരീരം തടവുന്നതും അവിടുത്തെ പുതപ്പുകൊണ്ട് പുതപ്പിക്കുന്നതും സ്വപ്ന ദർശനമുണ്ടായി.